പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചു എന്ന് പറയുന്നുണ്ട്. അത് അങ്ങനെ നടന്നിട്ടുണ്ടോ? പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിച്ചു എന്ന് ആരോപിക്കപ്പെട്ട് ക്രൂരമായി മർദ്ദിച്ച് അവശനാക്കി കൊല ചെയ്യപ്പെട്ട അഷ്റഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ഒത്തിരി ദിവസമൊന്നും ആയിട്ടില്ല. ഇത് വെറും 2 ദിവസം മുമ്പ് നടന്ന കഥയാണ്. നിങ്ങൾ ആ നാട്ടുകാരനാണല്ലോ, എന്താണ് അന്ന് അവിടെ സംഭവിച്ചു? 27-ാം തീയതി അവിടെ ക്രിക്കറ്റ് മാച്ച് ആയിക്കൊണ്ടായി. ആയിക്കൊണ്ട ടൈമിൽ ഇയാൾ വന്ന അടുത്ത എന്തോ വിഷയത്തിൽ കശിവിഷയായി വാക്തർക്കം ഉണ്ടായി. ഒരാൾ പോയി അടിച്ചപ്പോൾ കൂട്ടുകാരെല്ലാം ചേർന്ന് അടിച്ചു. ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു മാനുഷിക പരിഗണന പോലും അർഹിക്കാതെ ആ വ്യക്തിനെ തച്ചു കൊല്ലുമ്പോൾ നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിച്ചാലും ആ മതം ഒരു പരാജയമായി മാറും. അഷറഫിന് മാനസികാസ്വാസ്ഥ്യമുള്ളതായി സഹോദരൻ പറയുന്നു. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച യുവാവ് നിലത്തു വീണു. പിന്നാലെ അക്രമികൾ വന്ന് ചവിട്ടിയും മർദ്ദിച്ചും കൊലപ്പെടുത്തിയെന്ന് എഫ്ഐആറിൽ പറയുന്നു. ഇത് വെറും ഒരു കൊലപാതകമല്ല, നമ്മുടെ സമൂഹത്തിലെ കുറച്ചു പേരുടെ മനുഷ്യത്വം നശിച്ചു എന്നുള്ളതിന്റെ തെളിവാണ്. ധർമ്മത്തിലുള്ള ഒരാൾ പോയിട്ട് പാകിസ്ഥാൻ ചിന്ത വിളിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. 2025 ഏപ്രിൽ 27 കർണാടകയിലെ മംഗളൂരിൽ കുടുപ്പ് എന്ന പ്രദേശം. വയനാട് സ്വദേശിയായ ചെറുതായി മാനസിക അസ്വസ്ഥതയുള്ള ഒരു മനുഷ്യൻ. അയാൾ അവിടെ ഒരു കോഴിക്കടയിൽ പണിക്ക് നിൽക്കുന്നവനാണ്. ഈ രോഗത്തിന്റെ ഇടയ്ക്കും പണിക്ക് പോകുന്നത് അവന്റെ ജീവിതം വഴിമുട്ടാതിരിക്കാൻ വേണ്ടിയാണ്. അഷ്റഫിന്റെ മരണം നടക്കുന്ന ദിവസം അദ്ദേഹം ബത്ര കല്ലുർത്തി ക്ഷേത്രത്തിനടുത്ത് വെച്ച് ചിലർ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തെത്തി. അവിടെ കിടന്നിരുന്ന കുപ്പിയിൽ നിന്ന് കുറച്ച് വെള്ളം കുടിച്ചു. അതിനെ അവിടെയുള്ള സച്ചിൻ എന്ന ആള് ചോദ്യം ചെയ്തു. ഇതിനുശേഷം പിന്നെ ആ നാട്ടുകാരും ദൃക്സാക്ഷികളും കാണുന്നത് 25-30 പേർ ചേർന്ന് അവരുടെ കയ്യിലുണ്ടായിരുന്ന ബാറ്റും അവിടെ കിട്ടിയിരുന്ന ഇരുമ്പ് ദണ്ടും എല്ലാം വെച്ച് അഷ്റഫിനെ ക്രൂരമായി മർദ്ദിച്ചു. ഒരു മോബ് ആക്രമിക്കുമ്പോൾ അതിനകത്ത് ചോദ്യമില്ല, ചോദ്യം ചെയ്യാൻ ആരും വരികയുമില്ല. വരുന്നവര് അവനെ ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു. കണ്ടു നിന്നവർക്ക് തടയാൻ പേടിയായി. അഷ്റഫിന്റെ ജീവിതം അവിടെ തീരുകയായിരുന്നു. 2-2.5 മണിക്കൂർ നീളുന്ന ക്രൂരമായ മർദ്ദനം അവസാനിപ്പിച്ച് കയ്യും കാലും തളർന്നപ്പോൾ ഉപദ്രവിച്ചവർ മടങ്ങി. വീണ്ടും അഷ്റഫിനെ സഹായിക്കാൻ ഒരാളും എത്തിയില്ല. പിന്നെയും സമയം കടന്നുപോയി. പിന്നെ അഷ്റഫിന്റെ ബോഡി കണ്ടെത്തുന്നത് ക്ഷേത്രത്തിന്റെ പുറകുവശത്ത് എവിടെയോ കിടന്നാണ്. അതിനുശേഷം ആരൊക്കെയോ ചേർന്ന് അവനെ ഹോസ്പിറ്റലിൽ എത്തി. ഇന്റേണലി വലിയ മുറിവുകൾ സംഭവിച്ച് അവൻ മരണത്തിന് കീഴടങ്ങി. ദൃക്സാക്ഷികൾ പറയുന്നത് ഈ സംഘത്തിൽ ഉണ്ടായിരുന്നത് ബജ്റംഗ് ദൾ, സാമ്രാട്ട് ഗൈസ് എന്നൊക്കെയുള്ള സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരായിരുന്നു എന്നാണ്. ഏറ്റവും വലിയ ദയനീയത എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ അവന്റെ മതത്തിന്റെ പേരിൽ ദേശവിരോധിയായി കാണിച്ച് അവന്റെ കൊലപാതകത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് എത്ര പരിതാപകരമാണ്. എന്താണെങ്കിലും ഇതുവരെ 20-ലധികം പേർ അറസ്റ്റിലായിട്ടുണ്ട്. രവീന്ദ്രൻ നായിക് എന്ന മുൻ BJP പ്രവർത്തകയുടെ ഭർത്താവ് ഇതിന്റെ വീഡിയോ ഷൂട്ട് ചെയ്ത് തെളിവുകൾ ഉണ്ടായിരുന്ന ഫോണുകളിൽ നിന്ന് ആ ദൃശ്യങ്ങൾ സമ്മർദ്ദം ചെലുത്തി ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. അയാൾക്കെതിരെയും പരാതി വന്നിട്ടുണ്ട്. ഇൻസ്പെക്ടർ ഉൾപ്പെടെ 2 പോലീസുകാരെ ഇതിന്റെ പേരിൽ സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഇന്ത്യക്കകത്ത് നിന്ന് കൂടെ നിൽക്കുന്നവരെ അതിന് ഏത് മതമായാലും തച്ചു കൊല്ലുന്നതല്ല നിങ്ങളുടെ രാജ്യസ്നേഹം. കൊല്ലപ്പെടുന്നതും രക്തസാക്ഷികളാവുന്നതും നിരപരാധികൾ മാത്രമാണ്.